മക്കളുടെ വളർച്ചയിലെ ഏറ്റവും പ്രധാനം മക്കളുടെ സൗഹൃദങ്ങളാണ്. സൗഹൃദങ്ങൾ, ഫ്രണ്ട്ഷിപ്പ്. ആരാണ് നമ്മുടെ മക്കളെ കൂടെയുള്ളത്? നമ്മുടെ മക്കൾക്ക് സുഹൃത്തുക്കളെ ഉണ്ടാക്കാനുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കണം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഉദാഹരണം, നിങ്ങൾ ജീവിക്കുന്ന പ്രദേശത്ത് ഒരു പള്ളി ഉണ്ടാവും. ഒരു പള്ളി ഉറപ്പാണ്. ആ പള്ളിയിൽ എന്നും സുബൈക്ക് വരുന്ന കുറച്ച് കുട്ടികൾ അവർ ഫ്രണ്ട്സായി നിങ്ങൾ വിചാരിച്ചോ? ഒരു കാര്യം ഉറപ്പാണല്ലോ, സുബൈക്ക് രാത്രി ഉറക്കമൊഴിഞ്ഞ് എഴുന്നേറ്റ് ഒളുവെടുത്ത് വന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഒരു കുട്ടി, എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടിക്കൊരു നന്മ ഉണ്ടാവും. 5 നേരം പള്ളിയിൽ പോകണമെന്നുള്ളൊരു വിചാരം ഉണ്ടാവും. ഇത്തിരി നേരം ഖുർആൻ ഓതും, അല്ലേ? ആ കുട്ടികൾ തമ്മിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായാൽ നിങ്ങളെ കുട്ടി തെറ്റിപ്പോവില്ല. എന്നാൽ നമ്മുടെ മിക്ക കാര്യങ്ങളും കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് എടുത്തു നോക്കുമ്പോൾ തെറ്റിപ്പോയ കുട്ടികൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ കുട്ടിയുടെ സൗഹൃദത്തിലാണ് പ്രശ്നം. താനൂരിൽ നിന്ന് 2-3 ദിവസം മുമ്പ് ബോംബെയിലേക്ക് പോയ കുട്ടി, ഒരു മുസ്ലിം കുട്ടി ഉണ്ട് ആ കൂട്ടത്തിൽ. കൂടെയുള്ളത് ഒരു മുസ്ലിം അല്ലാത്ത കുട്ടിയാണ്. നോക്കൂ നിങ്ങൾ, ഈ കുട്ടികൾ ഇങ്ങനെ ആവാൻ കാരണം ഓരോ സൗഹൃദമാണ്. ഇതിലൊരു കുട്ടിക്കാണ് ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാകുക, ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാകുക, ഇങ്ങനെ ചെക്കൻ്റെ കൂടെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാകുക. ആ കുട്ടി മറ്റേ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൃത്തുക്കളെ കുറിച്ച് മനോഹരമായ ഒരു ഉപമ പറഞ്ഞു. അതിമനോഹരമായ ഉപമ എങ്ങനെയാണ്? നല്ല സുഹൃത്ത് അത്തർ വിൽപ്പനക്കാരനെ പോലെയാണ്, മോശം സുഹൃത്ത് കൊല്ലന്റെ പണിശാല പോലെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് ഉപമ. എന്താ ഉപമിച്ച്? നല്ല സുഹൃത്ത് അത്തർ വിൽപ്പനക്കാരനെ പോലെ. എന്താ അത്തർ വിൽപ്പനക്കാരന്റെ പ്രത്യേകത? അദ്ദേഹത്തിന്റെ അടുത്ത് കൂടി നമ്മളൊന്ന് പോയാൽ മൂപ്പര് വിളിക്കും, വാ അത്തറുണ്ട് നോക്ക്, എല്ലായിടത്തും തേച്ച് തരും. നമ്മളിങ്ങനെ മണക്കും, എന്നിട്ട് അവസാനം വാങ്ങാതെ പോരും. നിങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിലും നിങ്ങൾ പോകുമ്പം ഒരു മണം, ഒരു സുഗന്ധം, ഒരു നല്ല രസമുള്ളൊരു മണം നിങ്ങളുടെ മേലെ അവശേഷിക്കും, അല്ലേ? നിങ്ങൾ അത് കൊണ്ടുണ്ട് പള്ളിയിൽ പോകുമ്പോൾ ചോദിക്കും, ഏതാണ് അത്ര ചേച്ചി, നല്ല രസമുണ്ടല്ലോ, മണമുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഒന്നും വാങ്ങിയില്ലെങ്കിലും ഒരു നിൽക്കുന്ന ഒരു ഇത്തിരി സമയം കൊണ്ട് ഒരു ഏറ്റവും നല്ല നന്മ നിങ്ങൾക്ക് തരാൻ നല്ല സുഹൃത്തിന് പറ്റും. അത് വലിയ ആൾക്കാരാണെങ്കിൽ അങ്ങനെ സുഹൃത്തുക്കളെ സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മോശം സുഹൃത്ത് കൊല്ലന്റെ പണിശാല പോലെ. കൊല്ലന്റെ പണിശാലയുടെ പ്രത്യേകത എന്താ? വെള്ള തുണിയും കുപ്പായൊക്കെ ഇട്ട് നിങ്ങൾ കൊല്ലന്റെ പണിശാലയിൽ പോയിട്ട് ഇങ്ങനെ കുറച്ചേരം ഇരുന്ന് നോക്ക്, വെറുതെ ഇരുന്നാൽ മതി. കൊല്ലൻ അങ്ങനെ ഉല ഊതുന്നുണ്ടാവും, അങ്ങനെ ഫൂ തീ ഇങ്ങനെ വരുന്നുണ്ടാവും, അതിന്റെ പൊരി വരുന്നുണ്ടാവും, വെൽഡിങ് ഉണ്ടാവും, അല്ലേ? നിങ്ങൾ അവിടുന്ന് തിരിച്ചു വരുമ്പം അതിന്റെ പൊരി വീണ് നിങ്ങളുടെ കുപ്പായം ഓട്ടായി ഉണ്ടാവും. ഒന്നുമില്ലെങ്കിലും ഒരു കരിയെങ്കിലും നിങ്ങളുടെ മേല് പരണ്ടുണ്ടാവും, നിങ്ങളുടെ രൂപം വികൃതമായിട്ടുണ്ടാവും. കൊല്ലന്റെ പണിശാല പോലെയാണ് മോശം സുഹൃത്ത്. ഒരല്പസമയം അവൻ്റെ കൂടെ നിന്നാൽ നിങ്ങളുടെ സ്വഭാവത്തിൽ കരി പുരളും, നിങ്ങളുടെ സ്വഭാവത്തിൽ ഓട്ട വീഴും. നല്ല സുഹൃത്ത് അത്തർ വിൽപ്പനക്കാരനെ പോലെയാണ് എന്ന് മക്കൾക്ക് പറഞ്ഞു നോക്കി. ആരൊക്കെ ഞങ്ങളെ കുട്ടികളുടെ സുഹൃത്തുക്കൾ? ഇത് കൃത്യമായി നമുക്ക് ഒരു ബോധം ഉണ്ടാവണം. മിക്ക മയക്കുമരുന്ന് കേസുകളിലും മക്കൾ പെട്ടുപോകുന്നത് അവിടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുമ്പോഴാണ്. മിക്ക കേസുകളിലും പെട്ടുപോകുന്നത് ഒരു ചെക്കൻ, ഒരു സുന്ദരനായ ചെക്കൻ, കാണാൻ നല്ല ഭംഗിയുള്ള, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായ, എല്ലാവരോടും ചിരിച്ച് കളിച്ച് സംസാരിക്കുന്ന ഒരു ചെക്കൻ. ആ ചെക്കന് ഉപ്പാനോട് പറയാണ്, ഉപ്പാ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകണം. +2 കഴിഞ്ഞപ്പോൾ പറയാ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകണം. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ബാപ്പ ചോദിച്ചു, അവിടെ എന്താ മോനെ ഗുണം? ചെക്കൻ പറഞ്ഞു, ഉപ്പാ ബാംഗ്ലൂർ പോയാൽ ലാംഗ്വേജ് ശരിയാവും, ഇംഗ്ലീഷൊക്കെ വളരെ മനോഹരമായി സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് ലാംഗ്വേജൊക്കെ ശരിയായി അതിമനോഹരമായി അടിപൊളിയായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ പോട്ടെ. ആ ഉപ്പ മകൻ നന്നായി പഠിച്ചോളൂന്ന് കരുതിയിട്ട് അവനോട് പറഞ്ഞു, ഉപ്പ ആലോചിക്കട്ടെ. അയാൾക്ക് അറിയാവുന്ന 1-2 ആളുകളോട് അയാൾ ചോദിച്ചു, മോനെ ഒന്ന് ബാംഗ്ലൂരിൽ വിടട്ടെ. അവരൊക്കെ ചോദിച്ചു, വേണോ? ഞാൻ ഈ പറയണത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം, മക്കളെ വളർത്തുന്നതിൽ ഉണ്ടാവണം. അപ്പൊ ഇയാൾ പറഞ്ഞു, ലാംഗ്വേജൊക്കെ കിട്ടും, അവന് വിട്ടേക്ക്. അങ്ങനെ സുന്ദരനായ, ആര് കണ്ടാലും ഒന്ന് നോക്കാൻ കൊതി തോന്നുന്ന ചെക്കൻ, നല്ല സ്വഭാവമുള്ള, ഉമ്മനും ബാപ്പനെയൊക്കെ ഇഷ്ടമുള്ള ഈ ചെക്കൻ, അവൻ നേരെ ബാംഗ്ലൂരിൽ പോവാണ്. ബാംഗ്ലൂരിൽ ചെന്നിട്ട് ഈ ചെക്കന് അവിടെ ഒരു കോഴ്സിന് ചേരുക, ഒരു വീട്ടിൽ താമസം ശരിയാക്കി. 2 മാസം കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കൻ്റെ കോളേജിൽ നിന്ന് ഉപ്പാക്കൊരു ഫോൺ. ഉപ്പാക്ക് മനസ്സിലാവാത്ത ഭാഷയിലാണ് ഫോൺ. അത് മനസ്സിലാകുന്ന ഒരാളെ കൊണ്ട് കേൾപ്പിച്ചപ്പോൾ ആ
ചങ്ങാതി പറഞ്ഞു, ഫോൺ ചെയ്ത ആൾ വാപ്പാനോട് പറഞ്ഞു, ഈ ഫോണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. വാപ്പാക്ക് അതൊന്നും അറിയില്ലല്ലോ, വാപ്പാക്ക് ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. അവസാനം ആ ഫോൺ ചെയ്ത പ്രിൻസിപ്പാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങളെ വാട്സപ്പിലേക്ക് ഞാനൊരു വോയിസ് ആയിട്ട് ഇടാം, നിങ്ങളിത് ആർക്കെങ്കിലും ഒന്ന് കേൾപ്പിച്ചു കൊടുത്തിട്ട് എന്താണെന്ന് മനസ്സിലാക്ക്. അങ്ങനെ വോയിസ് അറിയുന്ന ഒരാൾ കേട്ടു നോക്കിയപ്പം ആ വോയിസ് പറയണത്, എത്രയും പെട്ടെന്ന് ബാപ്പ കോളേജിൽ വന്ന് മകനെ കൊണ്ടുപോകണമെന്നാണ്. 2 മാസം. ഇയാൾ എത്രയോ ലക്ഷം റുപ്യ ഫീസ് അടച്ചാണ്. 2 മാസം. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ മോനെ കൊണ്ടുപോകണം. ബാപ്പ ഭാഷ അറിയാവുന്ന ഒരു സുഹൃത്തിനെ കൂട്ടി നേരെ പോവുക ബാംഗ്ലൂർക്ക്. അവിടെ ചെന്നപ്പം പ്രിൻസിപ്പാൾ കാണിച്ചു കൊടുക്കുക, നിങ്ങളെ മകൻ MDMA ഉപയോഗിച്ചിരിക്കുന്നു. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അടിമപ്പെട്ടു പോകുന്ന ലഹരിയുടെ പേരാണ് MDMA. ഒറ്റ പ്രാവശ്യം. പണ്ട് കാലത്തൊക്കെ കഞ്ചാവ് ഇങ്ങനെ വലിച്ച് കുറേ കഴിയുമ്പോൾ അഡിക്ഷൻ വരിക, ലഹരിയെ ബാധിക്കുക. ഇപ്പോഴത്തെ MDMA ഒറ്റ പ്രാവശ്യം. അപ്പം ഈ ചെക്കന് ഇത് ഉപയോഗിച്ചിരിക്കുന്നു, കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഇവനെ നിങ്ങൾ കൊണ്ടുപോകണം എന്ന് ബാപ്പനോട് പറയാണ്. കൂടെ വന്ന ആൾക്ക് നന്നായിട്ട് ഹിന്ദി ഇംഗ്ലീഷൊക്കെ അറിയാം. അപ്പം അങ്ങനത്തെ ഒരാളെ കൂട്ടിയാണ് പോയത്. അങ്ങനെ ഈ ചെറുക്കനോട് സംസാരിച്ചു. അവൻ്റെ താമസ സ്ഥലമൊക്കെ മാറ്റി, വേറെ ഫ്രണ്ട്സിനൊക്കെ മാറ്റി വേറെ താമസ സ്ഥലത്തൊക്കെ ആക്കിയിട്ട് ബാപ്പ ഈ പ്രിൻസിപ്പാളിൻ്റെ കാല് പിടിച്ച് പറഞ്ഞു, എൻ്റെ മോനിൻ്റെ പ്രതീക്ഷയാണ്, അതുകൊണ്ട് ഇവനെ പുറത്താക്കരുത്, ഒരു ചാൻസും കൂടി എൻ്റെ മോന് നിങ്ങൾ തരണം. അങ്ങനെ പ്രിൻസിപ്പാൾ പറഞ്ഞു, ശരി നമ്മുടെ നോട്ടെ. 1 മാസത്തിന് കഴിയുന്നതിന് മുമ്പ് പ്രിൻസിപ്പാളിൻ്റെ വോയിസ് വീണ്ടും വന്നു വാപ്പാക്ക്. ആ വോയിസ് കണ്ടപ്പോൾ തന്നെ വാപ്പാക്ക് കൈയും കാലും മറിക്കാൻ തുടങ്ങി. അയാൾ വീണ്ടും വോയിസ് അയച്ചിരിക്കുന്നു, നിങ്ങളുടെ മോനെ നിങ്ങൾ കൊണ്ടുപോകണം, നിർത്താൻ കഴിയില്ല, കോളേജിന് അവനെ പഠിപ്പിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങളെ മോനെ കൊണ്ടുപോകണം. അങ്ങനെ അയാൾ വീണ്ടും ചെന്നപ്പോൾ ഈ ചെറുക്കൻ അല്പം കൂടി അവൻ്റെ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നു, അവൻ്റെ രൂപമൊക്കെ മാറിയിരിക്കുന്നു. ആര് കണ്ടാലും ഒന്ന് നോക്കുന്ന സൗന്ദര്യമുണ്ടായിരുന്ന കുട്ടി മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു. ആ കുട്ടിയുടെ രീതിയൊക്കെ മാറിയിരിക്കുന്നു. അവനെപ്പോൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് TC എഴുതി കൈ കൊടുത്ത് ഒപ്പിടിച്ചിട്ട് ആ പ്രിൻസിപ്പാൾ പറഞ്ഞു, ഇവനെ ഇനി നിർത്താൻ പറ്റൂല, ഇവൻ്റെ കൂടെയുള്ള കൂട്ടുകാർ മയക്കുമരുന്ന് കേസിൽ പെട്ട ആളുകളാണ്, അത് ഉപയോഗിക്കുന്നവരും അത് വിൽക്കുന്നവരുമാണ്, അതുകൊണ്ട് ഇനി നിവൃത്തിയില്ല. ആ ചെക്കനെയും കൊണ്ട് വാപ്പ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിൽ വന്ന് ആദ്യം ചെയ്ത പണി എന്താണെന്നറിയോ? കോഴിക്കോട്ടുള്ള ഒരു അഡിക്ഷൻ സെൻറ്ററിൽ ഈ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യാണ്. അവിടെ അഡ്മിറ്റ് ചെയ്തു 1 മാസം ആ അഡിക്ഷൻ സെൻറ്ററിൽ ഈ കുട്ടിയിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോഴത്തെ ഡോക്ടർ വാപ്പാക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ കൊണ്ടുപോകണം, അവനെ ചികിത്സിക്കാൻ കഴിയില്ല, അവനിൽ അത്രത്തോളം ലഹരി കയറിയിരിക്കുന്നു, ഇനി അത് അഡിക്ഷൻ നടത്തിയാലും പോവില്ല, ഞങ്ങൾക്ക് ആവണ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വെറുതെ നിങ്ങൾ ഇവിടെ ഇരുത്തിയിട്ട് സമയവും പൈസയും കളയണ്ട, നിങ്ങൾ മോനെ കൊണ്ടുപോയിക്കോളൂന്ന്. സ്വന്തം മോനാ, ഇയാൾ എന്താ ചെയ്യുക? അയാൾ ഈ മോനെയും കൊണ്ടുപോവാണ്. ഈ മോനെ കൊണ്ടുപോയിട്ട് ഇയാൾ വീട്ടിൽ, മോനൊരു പണിക്കും പോകില്ല, പുരയിൽ ഇങ്ങനെ ഇരിക്കും, ബാപ്പാനോട് ഇടക്കിടക്ക് പൈസ ചോദിക്കും, കൊടുത്തിട്ടില്ലെങ്കിൽ വയലൻ്റ് ആവും. ഒരു ദിവസം ഈ ബാപ്പ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറുകയാണ്. കണ്ണൂർ ഭാഗത്തുള്ള ടീമാവര് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറുക. ബാപ്പ തൊട്ട് പിറകെ മോനും പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചെന്ന് ബാപ്പ പറയുകയാണ്, എൻ്റെ മോനിൻ്റെ കൊല്ലം വരുന്നുണ്ട്. ബാക്കിൽ ഈ ചെക്കനുണ്ട്. ബാപ്പ സ്റ്റേഷനിലേക്ക് കയറിയപ്പോൾ ഈ ചെക്കൻ പോയി. പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി വീട്ടിലേക്ക് വന്നു. ഈ ചെക്കൻ അവിടെ ഉണ്ട്. പോലീസുകാർ പേടിപ്പിച്ചു, അറസ്റ്റ് ചെയ്യും, ജയിലിലടയ്ക്കുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ ആ ചെക്കനൊന്ന് ഒതുങ്ങി. പക്ഷെ വീണ്ടും ബാപ്പാക്ക് നേരെ അക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവസാനം കഴിഞ്ഞ മാസം ഉമ്മാൻ്റെ ഒരു പഴയ സാരി എടുത്ത് വീട്ടിലെ ഡൈനിങ് ഹാളിലെ കോണിക്കൂടിൻ്റെ മുകളിൽ അവൻ താഴേക്ക് ചാടി തൂങ്ങി മരിച്ചു. ആ ചെക്കൻ ഇപ്പം ഭൂമിയിലില്ല. മരിക്കുമ്പോൾ അവൻ്റെ പ്രായം 19 വയസ്സായിരുന്നു. ഏറ്റവും സുന്ദരനായ ഒരു ചെക്കൻ, ഏറ്റവും മനോഹരമായ ഒരു ചെക്കൻ. അതുകൊണ്ട് മക്കളെപ്പോഴും തെറ്റിപ്പോവുക ഈ മക്കൾക്ക് സാഹചര്യം ഉണ്ടാക്കുമ്പോഴാണ്. സുഹൃത്തുക്കൾ മക്കളുടെ ഏറ്റവും നല്ല സാഹചര്യമാണ്. ഏത് കുട്ടികളെ കൂടെ ഈ കുട്ടി ഉള്ളത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയണം. അല്ലെങ്കിൽ കുട്ടി നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ കുറെ കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നല്ലൊരു ശ്രദ്ധ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കുണ്ടാവണം.